ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്ലേഹാന്തോമിൻ്റെ 13-ാം ദിവസമായ ഇന്ന് നാം ധ്യാനിക്കുന്നത് ബ്രേക്ക് ദ ചെയിൻ ഫൈൻഡിങ് ഫ്രീഡം ഫോർ അഡിക്ഷൻസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസ് 5:1 മുതൽ 20 വരെ. മോഹനകൃഷ്ണൻ കാലടിയുടെ വാട്ട് ഹാപ്പൻ ടു ദ കൊന്ന എന്ന കവിത വിഷുവിന് പൂക്കാൻ മറന്നുപോയ കണിക്കൊന്നയെ മുൻനിർത്തി രചിച്ചതാണ്. തിന്മയുടെ കാലം ലോകത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചാണ് കവി ഇതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. അസുരതരമായ ആസക്തികൾ വല്ലാതെ വർദ്ധിച്ച കാലത്ത് വിശ്വാസ സമൂഹത്തിൻ്റെ ദൗത്യം എന്തായിരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തിയെന്ന് 1-ാം വാക്യത്തിലൂടെ നാം വായിക്കുമ്പോൾ ക്രിസ്തീയ ദൗത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിച്ചം ആ വാക്യം നമുക്ക് നൽകുന്നുണ്ട്. ഗദരദേശം ഗലീല കടലിൽ നിന്ന് 10 കിലോമീറ്റർ കിഴക്കുള്ള ഒരു സ്ഥലമാണ്. കല്ലറകളിൽ പാർത്ത് ആർക്കും അടക്കുവാൻ സാധിക്കാത്ത, ചങ്ങലകൾ കൊണ്ട് ബന്ധിതനാക്കേണ്ട തരത്തിൽ ജീവിച്ച, സ്വയം മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ആക്രമണവാസനയുള്ള ഒരു മനുഷ്യനെ തേടിയാണ് യേശുക്രിസ്തു ചെല്ലുന്നത്. ഇത്തരം മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിൽ സഭയുടെ ദൗത്യം ചില്ലുകൂടിനുള്ളിൽ നീന്തുന്ന ഗോൾഡൻ ഫിഷിൻ്റെ ദൗത്യമല്ല. ചില്ലുകൂട്ടിലിരുന്ന് രസിപ്പിക്കുന്ന സുവർണ മത്സ്യമാകുവാനല്ല സഭ വിളിക്കപ്പെട്ടത്. തിന്മകൾക്കെതിരെയുള്ള ധൈര്യപൂർവ്വമുള്ള സഞ്ചാരമാണ് സഭയുടെ ദൗത്യം. ഗദരദേശത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ദൗത്യത്തിനും ക്രിസ്തു മുതിരുന്നില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള പോലീസിൻ്റെ പുതിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ 2 ഫാൻ. ലഹരി ഇടപാടുകളുടെ ഇരുണ്ട ഇടനാഴികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ വേദഭാഗത്തിലൂടെ ക്രിസ്തു മുൻപോട്ട് വയ്ക്കുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ നോട്ട് ടു ഫാർ എന്നുള്ളതാണ്. ആസക്തിയുടെ അടിമത്തത്തിൽ ആയിരിക്കുന്നവർ അത്ര ദൂരത്തല്ല, അവരെ തേടിയെത്തുക തന്നെ വേണം. യേശുക്രിസ്തുവിൻ്റെ ഒരു മാനവിക ദൃഷ്ടിയുടെ മഹത്വം ഈ വേദഭാഗം വരച്ചു കാട്ടുന്നുണ്ട്. വളരെ വന്യമായി ഇടപെടുന്ന ഭൂതഗ്രസ്തനെ വളരെ അനുഭവപൂർവ്വം യേശുക്രിസ്തു സ്വീകരിക്കുന്നുണ്ട്. രോഗിസൗഖ്യം നൽകിയും പുതുവസ്ത്രം ധരിപ്പിച്ചും പുതു ശുശ്രൂഷകളെ ഏൽപ്പിച്ചും യേശുക്രിസ്തു ആ ഭൂതഗ്രസ്തനെ ചേർത്ത് നിർത്തുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒപ്പം സഞ്ചരിക്കുവാനുള്ള മോഹത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം അവനെ യേശുക്രിസ്തു വീണ്ടെടുക്കുന്നുണ്ട്. ഭൂതഗ്രസ്തനെ ഒരു കുറ്റവാളിയായി കാണാതെ, സംശയദൃഷ്ടിയിൽ നിർത്താതെ എത്ര കുലീനമായാണ് ക്രിസ്തു ആ മനുഷ്യനെ ചേർത്ത് നിർത്തുന്നത്. വ്യത്യസ്തത ആസക്തികളിൽ ദുരിത ജീവിതം നയിക്കുന്ന മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്നവരായി നാം മാറുന്നുണ്ട്. അവരെ പ്രശ്നക്കാരായും വെറുക്കപ്പെട്ടവരുമായുമൊക്കെ നാം മുദ്ര കൊത്തുന്നുണ്ട്. എന്നാൽ അവരെ കാണാനും വീണ്ടെടുക്കാനും ചേർത്ത് നിർത്തുവാനും സ്നേഹിക്കാനും ഒരു മാനവിക ദൃഷ്ടി നമ്മൾക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തെ ചിന്ത അതുതന്നെയാണ്. അവരെ ദ്രോഹികളായി ചിത്രീകരിക്കരുത്. ഡു നോട്ട് കൺസിഡർ ദം ആസ് എ ഫ്ലെയിം, നോട്ട് ടു ഫ്ലെയിം ടാക്സ്. കുറ്റവാളിപ്പട്ടത്തിൽ അവരെ മോചിപ്പിക്കുക. കുറ്റവാളിപ്പട്ടത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.